എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ പ്രകടനവും ജോ റൂട്ടുമായുണ്ടായ വാഗ്വാദവും ക്രിക്കറ്റ് ലോകത്തിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ച ബുംറയുടെ ബോളിംഗും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ആരാധകരെ ആവേശത്തിലാഴ്ത്തി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 471 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ജസ്പ്രീത് ബുംറ തന്റെ മാരക ബോളിംഗിലൂടെ വിറപ്പിച്ചു. ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സാക് ക്രാളിയെ പുറത്താക്കി ബുംറ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. പിന്നീട് തന്റെ വേഗതയും കൃത്യതയും കൊണ്ട് ബുംറ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർക്കുകയായിരുന്നു. 3 വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയത്. മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പരിചയസമ്പന്നനായ ബാറ്റ്സ്മാൻ ജോ റൂട്ട് ക്രീസിലെത്തിയതോടെയാണ് യഥാർത്ഥ നാടകീയ നിമിഷങ്ങൾ ആരംഭിച്ചത്. ബുംറയുടെ പന്തുകളെ റൂട്ട് ശ്രദ്ധയോടെ നേരിട്ടെങ്കിലും ബുംറ തന്റെ തന്ത്രം മാറ്റി ഷോർട്ട് പിച്ച് പന്തുകളെറിഞ്ഞ് റൂട്ടിനെ ബുദ്ധിമുട്ടിച്ചു. ഒരു പന്ത് റൂട്ടിന്റെ തോളലിന് സമീപത്തുകൂടി കടന്നുപോയപ്പോൾ ബുംറ റൂട്ടിനെ നോക്കി ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. റൂട്ട് അത് അവഗണിച്ചു. എന്നാൽ അടുത്ത ഓവറിൽ ബുംറ റൂട്ടിനെ പുറത്താക്കി. ഒരു ഔട്ട് സ്വിംഗർ എറിഞ്ഞ ബുംറ റൂട്ടിനെ ക്രീസിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴച്ചു. ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച റൂട്ടിന്റെ ബാറ്റിൽ തട്ടി പന്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക്. 28 റൺസെടുത്ത റൂട്ട് പുറത്തായി. ബുംറ ആവേശത്തിൽ വിരൽ ചൂണ്ടി ആഘോഷിച്ചു. ഇന്ത്യൻ ആരാധകർ ആർത്തുവിളിച്ചു. എന്നാൽ റൂട്ടിന് ബുംറയുടെ ഈ ആഘോഷം ഇഷ്ടപ്പെട്ടില്ല. പവലിയനിലേക്ക് മടങ്ങുമ്പോൾ റൂട്ട് ബുംറയെ നോക്കി എന്തോ പറഞ്ഞു. ബുംറ അതിന് ഉടൻ മറുപടി നൽകി. ഇരുവരും തമ്മിൽ കളിക്കളത്തിൽ വാക്കേറ്റമായി. എന്താ ജോറൂട്ട് ഭായ്, ബോൾ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ബുംറ ചോദിച്ചപ്പോൾ നിങ്ങളുടെ പരിധിയിൽ നിൽക്കൂ ബുംറ എന്ന് ദേഷ്യത്തോടെ റൂട്ട് മറുപടി നൽകി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ബുംറ പറഞ്ഞു, നിങ്ങളുടെ ബാറ്റിംഗിന്റെ പരിധിയാണ് ഇപ്പോൾ തകർന്നത് എന്ന്. ഇതോടെ സ്റ്റേഡിയത്തിൽ ചിരിയും കൈയടിയും ഉയർന്നു. ഇതിനിടെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും ബുംറയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബുംറ ആവേശത്തിലായിരുന്നു. ഈ തർക്കത്തിനിടയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. ശാന്തനും ബുദ്ധിമാനുമായ ഗിൽ ബുംറയെ അടുത്തു വിളിച്ചു പറഞ്ഞു, ജെസ്സി ഭായ്, ഇവർക്ക് മറുപടി പന്ത് കൊണ്ട് നൽകൂ, അങ്ങനെയേ ഇവരടങ്ങൂ. ഗില്ലിന്റെ ഈ വാക്കുകൾ ബുംറയുടെ മനസ്സിൽ പതിഞ്ഞു. ഗിൽ ബുംറയെ പുറത്തു തട്ടി അഭിനന്ദിക്കുകയും ചെയ്തു. ബുംറയുടെ മികച്ച ബോളിംഗും ഗില്ലിന്റെ പകർപ്പൻ ക്യാപ്റ്റൻസിയും ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. 2ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസെടുത്തു. ഈ 3 വിക്കറ്റുകളും ബുംറ തന്നെ നേടി. കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോഴും റൂട്ടും ബുംറയും തമ്മിൽ വീണ്ടും വാക്കേറ്റമുണ്ടായി. ഇത്തവണ ഗിൽ ഇടപെട്ട് റൂട്ടിനോട് കളിക്കളത്തിൽ നിങ്ങളുടെ ബാറ്റിംഗ് കൊണ്ട് സംസാരിക്കൂ, ഈ നാടകം മറ്റെവിടെയെങ്കിലും പോയി കളിക്കൂ എന്ന് തുറന്നടിച്ചു. ഗില്ലിന്റെ ഈ നിലപാട് ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കി. വഷളായ സാഹചര്യം കണ്ട അമ്പയർമാർ ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാരായ ഗില്ലിനെയും സ്റ്റോക്സിനെയും വിളിച്ച് കളിയിലെ സ്പോർട്സ്മാൻഷിപ്പ് നിലനിർത്താൻ കർശന നിർദ്ദേശം നൽകി. ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഇന്ത്യൻ ആരാധകർ ബുംറയെയും ഗില്ലിനെയും പ്രശംസിച്ചപ്പോൾ പലരും റൂട്ടിന്റെയും സ്റ്റോക്സിന്റെയും പെരുമാറ്റത്തെ വിമർശിച്ചു. ബുംറയുടെ ബോളിംഗും ഗില്ലിന്റെ ക്യാപ്റ്റൻസിയും ഇംഗ്ലണ്ടിനെ തകർത്തു എന്നും റൂട്ട് തന്റെ ബാറ്റിംഗിൽ ശ്രദ്ധിക്കണം, ബുംറയുമായി തർക്കിക്കുന്നത് നിർത്തണം എന്നും ചില ആരാധകർ കമന്റ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.